കുവൈറ്റിലും ദുബായിലും ഡ്രൈവർ, ഹോം നഴ്സ്, ഇലക്ട്രീഷ്യൻ, വെൽഡർ, ഡെലിവറി ബോയ് തുടങ്ങിയ നിരവധി തൊഴിലവസരങ്ങൾ. താല്പര്യമുള്ളവർ ബന്ധപ്പെടുക. അൽഗസൽ ടൂർസ് ആൻഡ് ട്രാവൽസ്, AVH കോംപ്ലക്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി. ഫോൺ 8589 995111, 9188 113138, 9188 113139, 8089 403969. നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മണ്ണുത്തി നെല്ലങ്കരയിൽ പോലീസിനു നേരെ ഗുണ്ടാക്രമണം നടത്തിയ 6 അംഗ സംഘം അറസ്റ്റിൽ. ആക്രമണമുണ്ടായത് വൈലോപ്പള്ളിയിലെ വീട് കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടി നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ പോലീസിനു നേരെ 3 പോലീസ് വാഹനങ്ങൾ തകർത്തു. 4 പോലീസുകാർക്ക് സാരമായ പരിക്കേറ്റു. പാരിതോഷികം നൽകിയില്ല. അഫിലിയേഷൻ നിഷേധിച്ച് CDS ചെയർപേഴ്സൺ. അഫിലിയേഷൻ നിഷേധിച്ചത് പാലക്കാട് നഗരസഭ 2-ാം വാർഡിലെ 23 അയൽക്കൂട്ടങ്ങൾക്ക്. പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ച് കുടുംബശ്രീ അംഗങ്ങൾ. മണ്ണൂർ കൈമക്കൊന്നത്ത് കാവ് ട്രസ്റ്റിനെതിരെ വീണ്ടും ഭക്തജന കൂട്ടായ്മ. വെളിച്ചപ്പാടിനെ ശമ്പളം പോലും നൽകാതെ പുറത്താക്കിയെന്ന് ആരോപണം. നടപടിക്കെതിരെ വെളിച്ചപ്പാടും കുടുംബവും ഉപവാസ സമരത്തിലേക്ക്. മണ്ണൂർ കൈമക്കൊന്നത്തുകാവ് ഭരണാധികാരികളെക്കുറിച്ച് ചില വ്യക്തികളും വെളിച്ചപ്പാടും ഉയർത്തുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന ക്ഷേത്രം ട്രസ്റ്റ് ജീവനക്കാർ. ആരോപണം ഉന്നയിച്ച വെളിച്ചപ്പാടിന് ശമ്പളം നിഷേധിച്ചിട്ടില്ലെന്നും ട്രസ്റ്റി ബോർഡ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് പാവങ്ങൾക്ക് വേണ്ടിയെന്ന CPI ദേശീയ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. CPI പാലക്കാട് മണ്ഡലം കമ്മിറ്റിക്ക് പറളയിൽ തുടക്കം. വാർത്തകൾ വിശദമായി. തൃശൂർ മണ്ണുത്തി നല്ലങ്കരയിൽ പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് സംഘത്തിന് നേരെ ഗുണ്ടകളുടെ അതിക്രൂര ആക്രമണം. 4 പോലീസുകാർക്ക് സാരമായി പരിക്കേറ്റു. വടിവാളും കമ്പിവഴികളും ഉപയോഗിച്ച് പോലീസിനെ ആക്രമിച്ച ഗുണ്ടകൾ 3 പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർത്തു. മണ്ണുത്തി നല്ലങ്കര വൈലോപ്പള്ളി നഗറിൽ പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. വൈലോപ്പള്ളി നഗറിലെ താമസക്കാരും സഹോദരങ്ങളും ലഹരിമരുന്ന് കേസുകളിലെ പ്രതികളുമായ അൽത്താഫ് ജമാലും അഹമ്മദ് ജമാലുമാണ് സുഹൃത്തുക്കളായ ഗുണ്ടാ സംഘത്തിനായി ലഹരി പാർട്ടി ഒരുക്കിയത്. അഹദിൻ്റെ ബർത്ത്ഡേയോടനുബന്ധിച്ച് 15ലേറെ ആളുകളെയാണ് പ്രദേശത്തേക്ക് വിളിച്ചു വരുത്തിയത്. എന്നാൽ വീട്ടിലിരുന്ന് മദ്യപിക്കുന്നതിനെയും ലഹരി ഉപയോഗിക്കുന്നതിനെയും അൽത്താഫിൻ്റെയും അഹദിൻ്റെയും മാതാവ് വിലക്കി. ഇതോടെ സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിൽ വെച്ച് ലഹരിയും മദ്യവും ഉപയോഗിച്ച യുവാക്കൾ തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും ഉണ്ടാവുകയായിരുന്നു. സംഘർഷത്തിന് ശേഷം വീട്ടിലെത്തിയ അഹദിനെയും അൽത്താഫിനെയും മാതാവ് ശകാരിച്ചു. ഇതോടെ ഇവർക്ക് നേരെയായി ഇരുവരുടെയും പരാക്രമം. സംഭവത്തിന് പിന്നാലെ ഇവർ പോലീസിനെ വിവരമറിയിച്ചു. കൺട്രോൾ റൂമിൽ നിന്ന് പോലീസ് എത്തിയതോടെ പോലീസിന് നേരെയായി ആക്രമം. ഈ സമയം സ്ഥലത്തുണ്ടായിരുന്ന 15 അംഗ സംഘത്തിലെ ചിലർ ഓടി രക്ഷപ്പെട്ടു. എന്നാൽ കൊലക്കേസ് പ്രതിയായ ബ്രഹ്മജിത്തിൻ്റെ നേതൃത്വത്തിൽ ആഷ്ലിൻ, എവിൻ, ഷാർബൽ തുടങ്ങിയവർ പോലീസ് സംഘത്തെ ആക്രമിച്ചു. കൂടുതൽ പോലീസുകാർ എത്തിയതോടുകൂടി വടിവാളും കമ്പിവടികളും ഉപയോഗിച്ച് ഇവർ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു. 3 പോലീസ് വാഹനങ്ങളും പ്രതികൾ ചേർന്ന് തല്ലി തകർത്തു. എന്താ സംഭവിച്ചത്? 7 ഗുണ്ടകൾ അപ്പോൾ പ്രവർത്തിച്ചു. പോലീസിനപ്പോൾ പ്രവർത്തിച്ചു. ഗ്രേഡ് SI ജയൻ, സീനിയർ CPO അജു, CPOമാരായ ഷനോജ്, ശ്യാം എന്നിവർക്കാണ് പ്രതികളുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റത്. പരസ്പരം തമ്മിൽ തല്ലിയ പ്രതികളിൽ ചിലർക്കും സംഘർഷത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. പുലർച്ചെ നടന്ന സംഭവത്തിന് പിന്നാലെ കസ്റ്റഡിയിലായ പ്രതികളെ മണ്ണുത്തി സ്റ്റേഷനിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റി. കൊലപാതക ശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് 6 അംഗ സംഘത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. സംഭവത്തെ തുടർന്ന് രക്ഷപ്പെട്ട മറ്റു പ്രതികൾക്കായും അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാരിതോഷികം നൽകിയില്ല. അഫിലിയേഷൻ നൽകാതെ CDS ചെയർപേഴ്സൺ. പാലക്കാട് നഗരസഭയിലെ 2-ാം വാർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ട 23 അയൽക്കൂട്ടങ്ങൾക്കാണ് ചെയർപേഴ്സൺ അഫിലിയേഷൻ നിഷേധിച്ചത്. ചെയർപേഴ്സന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ അംഗങ്ങൾ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ചു. ഇവർക്ക് പാസ്സാക്കി കൊടുക്കാൻ സമയത്ത് ഇവിടെ ആള് വരും, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കും. നമ്മുടെ ഈ കുടുംബശ്രീകള് അത് കൊടുക്കില്ലല്ലോ. അതാണ് ഇതിന്റെ പ്രശ്നം. ഈ അഴിമതി ഇതിനെന്താ പറയുക? സെക്രട്ടറി എന്താ പറയുക? അഴിമതി എന്താ പറയുക? അല്ലാതെ വേറെന്തെങ്കിലും പറയാനുണ്ടോ? അല്ലമ്മ, ഞാൻ നിങ്ങളോട് നിങ്ങളൊക്കെ സെക്രട്ടറി പ്രസിഡന്റുമാരാണ്. നമ്മുടെ കുടുംബശ്രീയിൽ വാർഡ് കൗൺസിലർ ഒറ്റ കാര്യം, നിങ്ങൾ അടയ്ക്കുന്ന ലോണിനെ തിരിച്ച് നിങ്ങൾ അടയ്ക്കുക. അതിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല. ആർക്കും തന്നെ ഒരു ഗിഫ്റ്റും കൊടുക്കണ്ട എന്നുള്ളതാണ് നിങ്ങളുടെ നിലപാട്. ആ നിലപാടിന് എതിരാണ്
ഈ പറയുന്ന ചെയ്യുന്നത്. നഗരസഭയിലെ 2-ാം വാർഡിലെ 23 അയൽക്കൂട്ടങ്ങളോടാണ് CDS ചെയർപേഴ്സൺ പ്രതികാര നടപടി സ്വീകരിക്കുന്നത്. ഒരു തരത്തിലും അപേക്ഷകൾ വാങ്ങാതിരിക്കരുതെന്ന സർക്കാർ ഉത്തരവും CDS ചെയർപേഴ്സൺ അവഗണിച്ചു. സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കുന്ന CDS ചെയർപേഴ്സൺ 2-ാം വാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 23 അയൽക്കൂട്ടങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. വിഷയത്തിൽ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. അഫിലിയേഷൻ പുതുക്കി നൽകാമെന്ന നഗരസഭാ സെക്രട്ടറി അൽസൺ ഐസക്കിന്റെ ഉറപ്പിന്മേൽ പ്രതിഷേധ സമരം അവസാനിപ്പിച്ചു. സമരത്തിന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CB സതീഷ്, നഗരസഭാ അംഗങ്ങളായ A കൃഷ്ണൻ, സാജോ ജോൺ, സുഭാഷ് യാക്കര, മണ്ഡലം പ്രസിഡന്റ് രമേശ് പുത്തൂർ, ഹരിദാസ് മച്ചിങ്ങൽ, ഷെറീഫ് റഹ്മാൻ, I ഷക്കീല, ബ്ലോക്ക് കോൺഗ്രസ് വനിതാ പ്രസിഡന്റ് B ഗൗതമി, ജ്യോതി മണി, ഷമീന H, ബിന്ദു K, രാധ C, പ്യാരിജ, സൈറ ബാനു, രമാദേവി, റഷീന, ഗീത K, ചന്ദ്രലേഖ, രമ്യ, പുഷ്പ, റജീന എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മണ്ണൂർ കൈമക്കുന്നത്ത് കാവിൽ നിന്നും ശമ്പളം പോലും നൽകാതെ വെളിച്ചപ്പാടിനെ പുറത്താക്കിയ നടപടിക്കെതിരെ വെളിച്ചപ്പാട് ചന്ദ്രമോഹനും കുടുംബവും ക്ഷേത്രമൈതാനിയിൽ ഉപവസിക്കുമെന്ന് ഭക്തജന കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ ഉപവാസ സമരം നടക്കുക. അന്ന് തന്നെയാണ് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ചടങ്ങും പ്രസാദകൂട്ടും നടക്കുന്നത്. ഞായറാഴ്ച തന്നെയാണ് മണ്ണൂർ കായ്മകുന്നത്തുകാവ് ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠാ ദിനവും പ്രസാദകൂട്ടും നടക്കുന്നത്. ഇത് സംബന്ധിച്ച് ഭക്തജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രസിഡന്റ് രാജേഷ് പൊതിയത്ത്, സെക്രട്ടറി ദിവൈ കേരളശ്ശേരി, വൈസ് പ്രസിഡന്റ് ഭഗത് കുമാർ, തങ്കപ്പൻ, സന്തോഷ്, രവി, മുരളി, PC പ്രീതത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഡിപ്പോസിറ്റ് ഉള്ളത് മണ്ണൂരിലെ സാധാരണക്കാർ നൽകിയ പണമാണ്. ആ പണത്തിന്റെ മുകളിൽ ഇരുന്നു കൊണ്ട് മറ്റൊരു ജമ്മികളാണ് ഞങ്ങൾ, കൃഷിഭൂമിയല്ല, ഞങ്ങളുടെ ഇപ്പോഴത്തെ വരുമാന മാർഗം അമ്പലമാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഈ ട്രസ്റ്റ് ബോർഡിനെതിരെയാണ് ഞങ്ങൾ ഈ പ്രസ്താവന ഇറക്കുന്നത്. ഈ നാളെ നടക്കുന്ന പുനഃപ്രതിഷ്ഠാ ദിനവും അതോടനുബന്ധിച്ച് നടക്കുന്ന അന്നദാനവും നടക്കുമ്പോൾ മണ്ണൂരിലെ തന്നെ ദേവിയുടെ പ്രതീകമായിട്ടുള്ള വെളിച്ചപ്പാടും അദ്ദേഹത്തിന്റെ കുടുംബവും ആക്സിഡന്റിൽ തൊഴിൽ ചെയ്യാൻ പോലും സാധ്യതയില്ലാത്ത ഒരു മകൻ ഉൾപ്പെടുന്ന ആ കുടുംബം പട്ടിണി കിടക്കുകയാണ് എന്നുള്ളത് ഭക്തജനങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്രപ്രസ്താവന നടത്തേണ്ടതായിട്ട് വന്നത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. മണ്ണൂർ കൈമക്കുന്നത്ത് കാവ് ക്ഷേത്രത്തെയും ഭരണാധികാരികളെയും കുറിച്ച് ചില വ്യക്തികളും വെളിച്ചപ്പാടും ഉയർത്തുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആരോപണം ഉന്നയിക്കുന്ന വെളിച്ചപ്പാടിന് ശമ്പളവും ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെട്ടിട്ടില്ലെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും ഓഫീസ് പ്രവൃത്തി സമയത്ത് കൈപ്പറ്റാവുന്നതാണെന്ന് അദ്ദേഹത്തിനെ അറിയിച്ചിട്ടുള്ളതാണ്. ക്ഷേത്ര ആചാരങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പിരിച്ചുവിട്ടതെന്നും ബോർഡ് അറിയിച്ചു. പ്രതിഷ്ഠാ ദിനത്തിൽ നടത്തുന്ന വെളിച്ചപ്പാടിന്റെ നിരാഹാര സമരം ചില പ്രതിഷേധക്കാരുടെ ഗൂഢാലോചനയാണെന്നും ബോർഡ് അറിയിച്ചു. വെളിച്ചപ്പാട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ അസത്യമാണെന്ന് ഭക്തജനങ്ങൾ തിരിച്ചറിയണം. ക്ഷേത്ര ഭരണാധികാരികളെയും കുറിച്ച് ചില വ്യക്തികളും പിരിച്ചുവിട്ടപ്പെട്ട വെളിച്ചപ്പാടായിരുന്നു ചന്ദ്രമോഹൻ ഉയർത്തുന്ന ആരോപണങ്ങളെ ചന്ദ്രമോഹന് ഭരണാധികാരികൾ അദ്ദേഹത്തിന്റെ ആനുകൂല്യങ്ങൾ ഒന്നും നിഷേധിക്കപ്പെട്ടിട്ടില്ല. ചന്ദ്രമോഹനെ പിരിച്ചുവിട്ടപ്പെട്ടത് അയച്ച കത്തിൽ 7/5/25 ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും ഓഫീസ് പ്രവൃത്തി സമയത്ത് വന്ന് കൈപ്പറ്റേണ്ടതാണ് എന്ന് അറിയിച്ചിട്ടുള്ളതാണ്. വെളിച്ചപ്പാടായിരുന്ന ചന്ദ്രമോഹനെ ക്ഷേത്രം ആചാരങ്ങൾക്കും മറ്റ് വിരുദ്ധമായി പ്രവർത്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷേത്രം താന്ത്രിക കർമ്മങ്ങളോടെ ഇന്നു മുതൽ വെളിച്ചപ്പാടല്ല എന്ന് അറിയിച്ചിട്ടുള്ളതാണ്. അത് 20/5/25. ഞായറാഴ്ച നടക്കുന്ന പ്രസാദകൂട്ടും പുനഃപ്രതിഷ്ഠാ ദിനവും ഗംഭീരമാക്കാൻ ഭക്തരുടെ സഹായ സഹകരണങ്ങൾ വേണമെന്നും മാനേജിംഗ് ട്രസ്റ്റി ബോർഡ് പ്രസാദകൂട്ട് കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് പാവങ്ങൾക്ക് വേണ്ടിയെന്ന CPI ദേശീയ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ പറളയിൽ CPI പാലക്കാട് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ പാർട്ടി ജനിച്ച മുതൽ പാർട്ടിക്കെതിരെ ആക്രമണങ്ങൾ ആരംഭിച്ചു. 1920 കോൺപൂരിൽ പാർട്ടി രൂപീകരിക്കുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിക്കുമെന്ന് അറിയുന്ന ക്രിസ്ത്യാനികളുടെ വിഭാഗം കമ്മ്യൂണിസ്റ്റുകാർക്കെതിരെ ആദ്യമായി ഒരു ഗൂഢാലോചന കേസുണ്ടാക്കി. കോൺപൂർ ഗൂഢാലോചന കേസ്. എന്തെങ്കിലും ഗൂഢാലോചന നടത്തിയോ? ഇല്ല. കമ്മ്യൂണിസ്റ്റുകാർ തെറ്റിയതാണോ? അല്ല. എന്താ പിന്നെ അങ്ങനെ തോന്നാൻ കാരണം? ബ്രിട്ടീഷുകാർ മനസ്സിലാക്കി
മറ്റേത് പാർട്ടി ഈ നാട്ടിൽ വന്നാലും നമ്മുടെ പ്രവർത്തനത്തിന് അപകടം കമ്മ്യൂണിസ്റ്റ് പാർട്ടി. എന്തുകൊണ്ട്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് പാവങ്ങൾക്ക് വേണ്ടിയാണ്, പട്ടിണിക്കാർക്ക് വേണ്ടിയാണ്, അടിമത്തം അവസാനിപ്പിക്കാൻ, മനുഷ്യാവകാശം സംരക്ഷിക്കാൻ വേണ്ടിയാണ്, നീതിക്ക് വേണ്ടിയാണ്, നാടിൻ്റെ നന്മക്ക് വേണ്ടിയാണ്. പറളി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിലെ കാനം രാജേന്ദ്രൻ നഗറിൽ നടക്കുന്ന സമ്മേളനത്തിൽ കെ വി ബാബു താത്കാലിക അധ്യക്ഷനായി. പി ഡി ശശികുമാർ രക്തസാക്ഷി പ്രമേയവും എൻ തങ്കപ്പൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. CPI നേതാക്കളായ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ബി ചാമുണ്ണി, ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ്, സുമലത മോഹൻദാസ്, കെ വേലു തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിന് തുടക്കം കുറിച്ച് കിസാൻ സഭാ നേതാവ് AS ശിവദാസ് പതാക ഉയർത്തി. ന്യൂസ് ബ്യൂറോ, കോട്ടായി. തടഞ്ഞുവെച്ച ആനുകൂല്യങ്ങൾ ആവശ്യപ്പെട്ട് പാലക്കാട് KSRTC ഡിപ്പോയിൽ KST എംപ്ലോയീസ് സംഘ് പ്രതിഷേധം. ഡിപ്പോയിൽ എംപ്ലോയീസ് സംഘ് നടത്തിയ മാർച്ചും ധർണയും ജില്ലാ സെക്രട്ടറി K രാജേഷ് ഉദ്ഘാടനം ചെയ്തു. സർക്കാർ വഞ്ചനയ്ക്ക് സ്തുതിപാഠകരായി KSRTCയിലെ ഇടതുവലത് സംഘടനകൾ മാറിയെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത BMS ജില്ലാ സെക്രട്ടറി K രാജേഷ് ആരോപിച്ചു. 50% കുറവ് വാങ്ങിക്കൊണ്ട് മാത്രമേ മാസ ശമ്പളം വാങ്ങുന്നുള്ളൂ. ഈ സത്യത്തിൽ ഇവിടുത്തെ പൊതുജനങ്ങൾക്കോ മറ്റു ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാർക്കോ അറിയുന്നില്ല. അറിയുന്നത് KSRTC ജീവനക്കാരനും അവന്റെ കുടുംബങ്ങളും ഇവിടെ ഭരിക്കുന്ന ഗവൺമെന്റ് മാത്രമാണ്. ചെയ്ത ജോലിക്ക് വേണ്ടി സമരം ചെയ്യുന്ന ഒരവസ്ഥ KSRTCയിൽ മാത്രമേ ഒരു ഗവൺമെന്റ് അണ്ടർടേക്കിംഗ് സ്ഥാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അവിടെ ശമ്പളം നഷ്ടപ്പെടുത്തുന്ന കഥ ഓർമ്മ വരാതിരിക്കാൻ, മറ്റുള്ളവരെ ഓർമ്മപ്പെടുത്താതിരിക്കാൻ ഈ ഗവൺമെന്റ് സ്ഥിരമായി ശ്രമിച്ചുകൊണ്ടിരുന്നതിന്റെ ഫലമായിരുന്നു ആ സമരങ്ങളൊക്കെ തന്നെ. ഇന്ന് അധ്യക്ഷൻ പറഞ്ഞതുമാതിരി മറ്റുള്ള ജീവനക്കാർക്ക് 25-27% DA കിട്ടുമ്പോ സർവീസിൽ 1% പോലും DA വാങ്ങാതെ മാസങ്ങളായി ശമ്പളം വാങ്ങുന്ന ഏക ഡിപ്പാർട്ട്മെന്റ് KSRTC. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക, ലീവ് സറണ്ടർ DA അനുവദിക്കുക, സാലറി സർട്ടിഫിക്കറ്റിന് അംഗീകാരം നൽകുക, ആവശ്യത്തിന് ബസ് ഇറക്കുകയും ജീവനക്കാരെ നിയമിക്കുകയും ചെയ്യുക, PF ലോൺ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ചും ധർണയും. എംപ്ലോയീസ് സംഘ് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് K സുരേഷ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി PK ബൈജു, ജില്ലാ സെക്രട്ടറി TV രമേഷ് കുമാർ, കൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി M കണ്ണൻ, U തുളസീദാസ്, യൂണിറ്റ് സെക്രട്ടറി M മുരുകേശൻ, K പ്രജേഷ്, R ശിവകുമാർ, K അനിൽകുമാർ, T പ്രദീപ്, A വിനോദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നെല്ല് സംഭരണം വേഗത്തിലാക്കണമെന്നും സംഭരിച്ച നെല്ലിന് ഉടൻ പണം നൽകണമെന്നും കേരള കർഷക സംഘം മങ്കര വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. കർഷക സംഘം ജില്ലാ സെക്രട്ടറി MR മുരളി ഉദ്ഘാടനം ചെയ്തു. കർഷകരുടെ നില എന്ന് പറയുന്നത് അവരുടെ ഉത്പാദനത്തിന്റെ മഹാഭൂരിപക്ഷവും നാടിന് വേണ്ടിയുള്ളതാണ്, മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് എന്നത്. അങ്ങനെ വലിയ തോതിൽ കൃഷി നടത്തുന്ന കർഷകർ ഇന്ന് കാർഷിക മേഖലയിൽ വരാൻ പോകുന്ന ആപത്തിനെ വളരെ വേഗത്തിൽ മനസ്സിലാക്കുകയും അതിനെതിരായിട്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. ആ പ്രക്ഷോഭങ്ങൾക്കാകെ രാജസ്ഥാനിൽ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അഖിലേന്ത്യാ കിസാൻ സഭയാണ്. അതിന്റെ ഭാഗമാണ്. അതല്ലെങ്കിൽ അവിടെ സമരത്തിൽ പങ്കാളിയായിക്കൊണ്ടിരിക്കുന്ന കർഷകർക്ക് നേതൃത്വം കൊടുക്കുന്ന സംഘടനകളിൽ ഒരു പ്രധാന സംഘടന അഖിലേന്ത്യാ കിസാൻ സഭയാണ്. KR ഷാജീവ് അധ്യക്ഷത വഹിച്ചു. CM അബ്ദുൾ റഹ്മാൻ, CK ചെന്താമരാക്ഷൻ, ER ശശി, ഹരിദാസൻ, KV ചെന്താമരാക്ഷൻ, CB ഉദയപ്രകാശ്, മല്ലിക, സിദ്ദിഖ്, ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. വാളയാറിൽ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാനയുടെ വിളയാട്ടം. ഇന്ന് പുലർച്ചെയാണ് ചുരുളിക്കൊമ്പൻ ജനവാസ മേഖലയിൽ ഭീതി പരത്തിയത്. വനമേഖലയോട് ചേർന്ന ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയിരുന്ന കാട്ടാന നഗരപ്രദേശങ്ങളിലേക്ക് എത്തുന്നതാണ് ജനങ്ങളെ കൂടുതൽ ഭീതിയിലാക്കിയത്. പുലർച്ചെ വാളയാറിലിറങ്ങിയ ചുരുളിക്കൊമ്പൻ
നിരവധി വീടുകൾക്കുള്ളിലേക്ക് കയറുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്തു. പ്രദേശവാസികൾ വിവരമറിയിച്ചതിനെ തുടർന്ന് RRT സംഘമെത്തി ഉൾക്കാട്ടിലേക്ക് ആനയെ കയറ്റാൻ ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. മറ്റ് കാട്ടാനകളിൽ നിന്ന് വ്യത്യസ്തമായി ചുരുളിക്കൊമ്പൻ തിരിച്ച് ഓടിവന്ന് അക്രമാസക്തനാകുന്നത് ഉൾക്കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമത്തിന് തിരിച്ചടിയാകുന്നുണ്ട്. മഴ പെയ്ത് തീറ്റയും വെള്ളവും കാടിനകത്തുണ്ടായിട്ടും കാട്ടാനകൾ നാട്ടിലേക്കിറങ്ങുന്നത് വലിയ പ്രതിസന്ധിയായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കാടിറങ്ങി ജനവാസ മേഖലയിലെത്തിയ വാഴക്കൊമ്പൻ വീണ്ടും കൃഷി നശിപ്പിച്ചു. വടക്കാഞ്ചേരി കാക്കിനാട് ഉന്നതിയിലാണ് ആന എത്തിയത്. വാഴക്കൊമ്പൻ നിരന്തരം ജനവാസ മേഖലയിൽ ഭീഷണി സൃഷ്ടിക്കുകയാണ്. വീണ്ടും കാടിറങ്ങിയ ആന കഴിഞ്ഞ ദിവസം വ്യാപകമായി കൃഷി നശിപ്പിച്ചു. വടക്കഞ്ചേരി കാക്കിനിക്കാട് ഉന്നതിയിലാണ് ആന എത്തിയത്. ഊരുമൂപ്പൻ അനിലിൻ്റെ സഹോദരി പത്മിനിയും ഭർത്താവ് ശിവരാജനും താമസിക്കുന്ന വീടിന് തൊട്ടുമുന്നിലാണ് പുലർച്ചെ വാഴക്കൊമ്പൻ എത്തിയത്. തെങ്ങുകളും വാഴകളും വേലികളും നശിപ്പിച്ചു. പ്രദേശത്ത് ആദ്യമായി സ്ഥാപിച്ച സോളാർ വൈദ്യുത വേലികൾ കാലങ്ങളായി പ്രവർത്തിക്കുന്നില്ലെന്ന് ഉന്നതി നിവാസികൾ പറയുന്നു. ഇത് വന്യമൃഗശല്യം രൂക്ഷമാകുന്നതിന് പ്രധാന കാരണമാണെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പത്തിരിപ്പാല അകലൂരിൽ ആർഭാടങ്ങളൊന്നുമില്ലാതെ സംവിധായകനായിരുന്ന ലോഹിദാസിൻ്റെ 16ാമത് അനുസ്മരണം അദ്ദേഹത്തിൻ്റെ വസതിയായ അമരാവതിയിൽ നടന്നു. നാമമാത്രമായ ആരാധകരുടെയും കുടുംബത്തിൻ്റെയും സാന്നിധ്യത്തിലായിരുന്നു അനുസ്മരണം. രാവിലെ 9 മണിയോടെ അദ്ദേഹത്തിൻ്റെ ചുരുക്കം ചില ആരാധകർ എത്തി. ലോഹിയുടെ ഭാര്യ സിന്ധുവും മകൻ വിജയ് ശങ്കറും വീട്ടിലുണ്ടായിരുന്നു. അല്പം കഴിഞ്ഞതോടെ 2-3 മാധ്യമപ്രവർത്തകരും എത്തി. 10-ൽ താഴെ പേർ മാത്രമായിരുന്നു ചടങ്ങിലെത്തിയത്. 9:30 ഛായാചിത്രത്തിൽ സിന്ധുവും മകനും കണ്ണീരോടെ തിരിതെളിയിച്ചു. തുടർന്ന് ആരാധകരും. പിന്നീട് സ്മൃതി കുടീരത്തിൽ സിന്ധുവും മകൻ വിജയ് ശങ്കറും പുഷ്പാർച്ചന നടത്തി. കൂടെ ആരാധകരും. ഇപ്പോഴും അദ്ദേഹത്തെ അനുസ്മരിക്കാൻ എത്തുന്നത് തന്നെ മഹാഭാഗ്യമാണെന്ന് സിന്ധു നിറകണ്ണുകളോടെ STV ന്യൂസിനോട് പറഞ്ഞു. ആ ദിവസം ഓർമ്മ പുതുക്കാനായിട്ട് ഇത്രയോ ആളുകൾ വരുന്നുണ്ടല്ലോ. അല്ല, ഇവിടെ വന്നവർ മാത്രമല്ല കേട്ടല്ലോ, ചേട്ടനെ ഓർമ്മിക്കുന്നവർ വരാത്തവരുണ്ട്. പക്ഷെ വരാനും ഒക്കെ നമുക്ക് ഈ മണ്ണിൽ വന്ന് ഇതൊക്കെ ചെയ്യാനൊരു കാലമുണ്ട്. എന്തായാലും ലോഹിയുടെ സഹപ്രവർത്തകനും സംവിധായകനുമായ ഉദയശങ്കരൻ പുഞ്ചപ്പാടം, കണ്ണൂരിൽ നിന്നെത്തിയ ആരാധകനായ ബിജു ആയംകോട് വാരം, രമേശ് ടി കുട്ടൻ, രാജേഷ് കുഞ്ചൻ സ്മാരകം, സലാം വന്നേരി, അജിത്, സുബ്രഹ്മണ്യൻ അങ്ങാടിപ്പുറം തുടങ്ങിയവരും പങ്കെടുത്തു. എൻ്റെ പേര് ഉദയശങ്കരൻ എന്നാണ്. സാറിൻ്റെ കൂടെ അസിസ്റ്റൻ്റ് ആയിരുന്നു. പിന്നീട് അവസാന കാലഘട്ടത്തിൽ അസോസിയേറ്റൊക്കെ ആയിരുന്നു. സാറ് എന്ന് പറയാൻ എനിക്ക് പറ്റില്ല, കൂടെ ഉണ്ട്. തന്നെ ഇപ്പോൾ കൂടിയിട്ടുള്ള ഫീൽ തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണ്ണുത്തി നെല്ലങ്കരയിൽ പോലീസിനു നേരെ ഗുണ്ടാക്രമണം നടത്തിയ 6-അംഗ സംഘം അറസ്റ്റിൽ. ആക്രമണമുണ്ടായത് വൈലോപ്പള്ളിയിലെ വീട് കേന്ദ്രീകരിച്ച് ലഹരി പാർട്ടി നടക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥലത്തെത്തിയ പോലീസിനു നേരെ 3 പോലീസ് വാഹനങ്ങൾ തകർത്തു. 4 പോലീസുകാർക്ക് സാരമായ പരിക്കേറ്റു. പാരിതോഷികം നൽകിയില്ല. അഫിലിയേഷൻ നിഷേധിച്ച് CDS ചെയർപേഴ്സൺ. അഫിലിയേഷൻ നിഷേധിച്ചത് പാലക്കാട് നഗരസഭ 2-ാം വാർഡിലെ 23 അയൽക്കൂട്ടങ്ങൾക്ക്. പ്രതിഷേധവുമായി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ സെക്രട്ടറിയെ ഉപരോധിച്ച് കുടുംബശ്രീ അംഗങ്ങൾ. മണ്ണൂർ കൈമക്കൊന്നത്ത് കാവ് ട്രസ്റ്റിനെതിരെ വീണ്ടും ഭക്തജന കൂട്ടായ്മ. വെളിച്ചപ്പാടിലെ ശമ്പളം പോലും നൽകാതെ പുറത്താക്കിയെന്ന് ആരോപണം. നടപടിക്കെതിരെ വെളിച്ചപ്പാടും കുടുംബവും ഉപവാസ സമരത്തിലേക്ക്. മണ്ണൂർ കൈമക്കൊന്നത്ത് കാവ് ഭരണാധികാരികളെക്കുറിച്ച് ചില വ്യക്തികളും വെളിച്ചപ്പാടും ഉയർത്തുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം ട്രസ്റ്റ് ജീവനക്കാർ. ആരോപണം ഉന്നയിച്ച വെളിച്ചപ്പാടിന് ശമ്പളം നിഷേധിച്ചിട്ടില്ലെന്നും ട്രസ്റ്റി ബോർഡ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് പാവങ്ങൾക്ക് വേണ്ടിയെന്ന CPI ദേശീയ നേതാവ് പന്ന്യൻ രവീന്ദ്രൻ. CPI പാലക്കാട് മണ്ഡലം കമ്മിറ്റിക്ക് പറളയിൽ തുടക്കം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.